നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മുടെ ഒരു 3-4 എപ്പിസോഡിന് മുമ്പ് ഇവിടെ നെയ്യാറ്റിൻകരയിലുള്ള നിംസ് മെഡിസിറ്റിയെക്കുറിച്ചും അതിൻ്റെ MD ആയ ഫൈസൽ ഖാൻ, എൻ്റെ എത്രയോ കാലത്തെ പരിചയക്കാരനാണ്, സുഹൃത്തെന്ന് പറയാൻ ഒക്കില്ല, കാരണം എന്നെ ദിനേശ് ചേട്ടാന്നാണ് വിളിക്കണേ. ഫൈസൽ ഖാൻ എന്നെ വിളിച്ചു. സുകുമാരി അമ്മയുടെ പേരിൽ ഒരു സാംസ്കാരിക സ്ഥാപനവും ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവരുടെ നാഗർകോവിൽ, നമ്മുടെ തമിഴ്നാട് ബോർഡർ കടന്നാൽ തക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് നൂറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ വലിയ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അപ്പോൾ അവിടെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ സംവിധാനവും തിരക്കഥയൊക്കെ പഠിപ്പിക്കുന്ന സുകുമാരി അമ്മയുടെ പേരിലുള്ള ഒരു സ്ഥാപനം ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് സുകുമാരിയമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന മദ്രാസിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടേക്ക് കൊണ്ടുവന്നു. കാരണം അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു ഫൈസൽ അതെല്ലാം ഏറ്റെടുക്കണമെന്ന്. കാരണം അവരുടെ ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത് നിംസിലാണ് സൗജന്യമായിട്ട്, മമ്മൂട്ടിയുടെ മറ്റേ കെയർ എന്ന് പറഞ്ഞ ഇതിൽ, ഹാർട്ട് ഫൗണ്ടേഷനിൽ. അപ്പോൾ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയ ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുത്ത സന്തോഷം കൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മദ്രാസിൽ വന്ന് അതെല്ലാം എടുത്തിട്ട് പോകണമെന്ന് ഫൈസലിനോട് പറഞ്ഞിരുന്നു. ഫൈസൽ ആരെയോ 2-3 നേരം വണ്ടിയൊക്കെ കൊടുത്ത് അയച്ച് ലോറി കയറ്റി എല്ലാം ഇങ്ങോട്ട് വന്നു, വാച്ചുകളടക്കം. അപ്പോൾ അത് എവിടെയൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ വയ്ക്കണം എന്നുള്ള എൻ്റെ നിർദ്ദേശങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ അത് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ കൊണ്ടുവന്ന വണ്ടി കയറി തക്കലയ്ക്ക് പോയി. അവിടെ കണ്ട കാഴ്ചകളും നൂറുൽ ഇസ്ലാം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ചെയർമാനായ ഫൈസൽ ഖാൻ്റെ അച്ഛൻ ഡോക്ടർ AP മജീദ് ഖാൻ സാറിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ഞാൻ കണ്ടു. ഇതെല്ലാം ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. 91 വയസ്സായ മജീദ് സാറ് വിശാലമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലെ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു സർവേയറായി തുടങ്ങി, എന്താ പറയുക, ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ തലവനായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ കഠിന പരിശ്രമം അദ്ദേഹം നടത്തിയിരിക്കും. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. 91 വയസ്സുള്ള മജീദ് സാറുമായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. ഫൈസൽ ഖാൻ അതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുകയും ചെയ്തു. ആരംഭദിശയിലെ മലയാള സിനിമയെപ്പറ്റിയും കലാനിലയം സ്ഥിരം നാടക ട്രൂപ്പിനെക്കുറിച്ചും അതിൻ്റെ ഉടമസ്ഥൻ കലാനിലയം കൃഷ്ണൻ നായരെക്കുറിച്ചും ഒക്കെ മജീദ് സാർ ഒരുപാട് എന്നോട് സംസാരിച്ചു. സുകുമാരി ചേച്ചിയുടെ പേരിൽ സ്ഥാപിക്കുന്ന ആ കോളേജിൽ സിനിമയെപ്പറ്റി കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം ഉള്ള ഒരു വലിയ ലൈബ്രറിയെപ്പറ്റി ഞാൻ സംസാരിച്ചു. അതിശയത്തോടെ അത് കേട്ടുകൊണ്ട് നിന്നിട്ട് മകൻ ഫൈസൽ ഖാനോട് മജീദ് സാർ അപ്പം തന്നെ പറഞ്ഞു, ഇവിടെ വന്ന ആരും ഇക്കാര്യം പറഞ്ഞതേയില്ല, നമ്മൾ ആവശ്യം ചെയ്യേണ്ട നിർദ്ദേശമാണിത്, കുറിച്ച് വയ്ക്ക് എന്ന് അദ്ദേഹം മകനോട് പറഞ്ഞു. അവരൊരു വലിയ ലൈബ്രറി അവിടെ എന്തായാലും സ്ഥാപിക്കും. അതിൻ്റെ പുസ്തകങ്ങൾ വാങ്ങാൻ സമയം ഞാൻ ഉണ്ടാക്കാം, എന്നെ വിളിച്ചാൽ ഞാനും വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസാരത്തിനിടയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു പടം എടുക്കാൻ എനിക്കായില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം. എനിക്ക് വ്യക്തിപരമായി വലിയ നഷ്ടമായി പോയി എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. സാറിൻ്റെ പെരുമാറ്റം, ഓർമ്മശക്തി, നിശ്ചയദാർഢ്യം, വിൽ പവർ എന്ന് പറഞ്ഞാൽ സാറിനെ കണ്ട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഊണ് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ സദ്യ കഴിച്ചു എന്ന് പറഞ്ഞു. ഇലയിട്ട് സദ്യ കഴിച്ചു എന്ന് പറഞ്ഞു. സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. പുറത്ത് നിന്ന് ഞങ്ങൾ കുറേ പേര്, ഫൈസൽ ഖാനും ഞാനും കുറേ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ തമാശ പറഞ്ഞിരിക്കുമ്പോൾ 2 പ്രാവശ്യം മീറ്റിംഗ് തുടങ്ങാറായി വരാൻ സാറ് വിളിക്കുന്നു എന്ന് 2 പ്രാവശ്യം നിർദ്ദേശം വന്നിട്ടും ഫൈസലല്ലേ ആൾ സംസാരിച്ചുകൊണ്ടേ നിന്ന്. 3ാമത്തെ വിളി വന്നപ്പോൾ എന്നെ പറഞ്ഞു, ചേട്ടാ ഇപ്പം ചെന്നില്ല എങ്കിൽ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും എന്ന് പറഞ്ഞ് ഫൈസൽ ഓടുന്ന കാണണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 91 വയസ്സുള്ള മനുഷ്യൻ്റെ വിൽ പവർ. അതൊക്കെ കണ്ടപ്പോൾ ഒരു 15 വർഷം കൂടി ഈ വലിയ വിജയമായ സ്ഥാപനങ്ങളെ നയിക്കാൻ മജീദ് സാർ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പ്രകൃതിയെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു മനുഷ്യൻ, ഈ നാടിനായി
ഇനി താൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാലേ കൂട്ടി ചിന്തിച്ച കർമ്മയോഗി. അനുഭവങ്ങളുടെ കരുത്തിൽ പുതിയ പുതിയ പന്താവുകൾ വെട്ടി ഒരുക്കിയ കാവലാൾ. അനുഭവങ്ങളുടെ കരുത്തിൽ അദ്ദേഹം ശരിക്കും മുന്നോട്ട് പോയി, വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയി എന്ന് പറയാം. മജീദ് സാറ് ഒരു സർവ്വവിജ്ഞാനകോശമായിരുന്നു. തക്കലയിൽ മലയടിവാരത്തിൽ വലിയ പാറ നിൽക്കുന്ന മലയടിവാരത്തിലാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി പണിതിരിക്കുന്നത്. അത് പണിയുമ്പോഴും നെയ്യാറ്റിൻകരയിൽ നിംസ് മെഡിസിറ്റി പണിയുമ്പോഴും ഒരൊറ്റ പിടിവാശിയെ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനിടയിൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒന്നിനെയും ശല്യം ചെയ്യരുത് എന്നാണ് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം. തനതായ അന്തരീക്ഷത്തിൽ സ്ഥാപനങ്ങൾ ഉയരണം എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ശുദ്ധമായ കാറ്റും ശുദ്ധമായ വെള്ളവും നൽകി വേണം ഇവിടങ്ങളിൽ ഭാവി തലമുറ പഠിക്കാൻ എന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ആ മനുഷ്യൻ തയ്യാറായില്ല. മകനെയും ആ വഴി തന്നെ അദ്ദേഹം പഠിപ്പിച്ചു. ഒരു മകനും ഒരു മകളുമാണ്. മകൾ അമേരിക്കയിലാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റിയായ നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ 17 സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹത്തിന്. 10,000-ലധികം കുട്ടികൾ പഠിക്കുന്നു. 4,700 സ്റ്റാഫുകളുണ്ട് ഈ സ്ഥാപനങ്ങളിലെല്ലാത്തിലുമായി. അതിൻ്റെയൊക്കെ അധിപനായിരുന്നു ഡോക്ടർ മജീദ് സാർ. മികച്ച ഗ്രാമീണ സർവകലാശാല പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു പ്ലാവിൻ്റെ ചില്ല വെട്ടിയാൽ വഴക്കിടുന്ന തൻ്റെ സർവകലാശാലയിൽ ഭക്ഷണം നേടി വരുന്ന കുരങ്ങച്ചന്മാർക്കോ പക്ഷികൾക്കോ മ്ലാവുകൾക്കോ ഭക്ഷണവും വെള്ളവും കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ പിണങ്ങുന്ന ഒരു ചെടി അല്പം വാടിയാൽ നോവുന്ന മനുഷ്യൻ. ഇതൊക്കെയായിരുന്നു അദ്ദേഹം. അവിടെ കുരങ്ങന്മാർ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് കാണാൻ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ തക്കലയിൽ മ്ലാവ് വരും, പക്ഷികൾ വരും. അവർക്കെല്ലാം വെള്ളവും ഭക്ഷണവും കൊടുക്കണം. അത് അച്ചട്ടാണ്. 91 വയസ്സിൽ സ്വന്തം ആശുപത്രിയിൽ കിടന്ന് 3 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു. മരണം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോനെയും കൂട്ടി ഞാൻ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകി. കാരണം പിറ്റേ ദിവസം ആകുമ്പോൾ നെയ്യാറ്റിൻകര പട്ടണം മുഴുവൻ ജനനിബിഡമാവും, ആയിരക്കണക്കിന് ക്യാമറകൾ കാണുമെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് മരിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ രാത്രി തന്നെ ചെന്ന് ആ വലിയ മനുഷ്യനെ കണ്ട് യാത്രാമൊഴി നൽകി. ഫൈസലിനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അച്ഛൻ്റെ തലയ്ക്കൽ എങ്ങനെ നിൽപ്പുണ്ട് ഫൈസൽ. കുശലങ്ങൾ പറഞ്ഞ് ഞാൻ പിരിഞ്ഞു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ നേതാക്കളൊക്കെ അവിടെ അപ്പം തന്നെ എത്തിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് രാത്രി തന്നെ തുടങ്ങി. പിറ്റേ ദിവസമാണ് അടക്കമായിരുന്നത്. പ്രിയപ്പെട്ട മജീദ് സാറിന് മനസ്സിൽ തൊട്ട് ആത്മാഞ്ജലി നേരാം. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ പുതിയ എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തൃശ്ശൂരിൽ തന്നെ വച്ചത് എന്തുകൊണ്ടും നന്നായെന്ന് ഞാൻ പറയും. തേക്കുംകാട് മൈതാനിയിൽ വേദി കെട്ടിയതിനെതിരെ വേറെ ചുമ്മാ നടക്കുന്ന കറങ്ങിടക്കുന്നൊരുത്തനായിരിക്കാം കൊണ്ടുവന്ന് കോടതിയിൽ കേസ് കൊടുത്തു. തേക്കുംകാട് മൈതാനം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് പരാതിക്കാരന് 20,000 രൂപ പിഴയിട്ട് കക്ഷിയെ കോടതി ആദരിച്ചു. 20,000 രൂപ പിഴയിട്ട് കൊടുത്തു. കലോത്സവം ആകുമ്പോൾ ഉദ്ഘാടനം മുഖ്യമന്ത്രിയാവുക സ്വാഭാവികം. കലോത്സവം നടക്കുന്ന ജില്ലയിലെ MP-യും MLA-യും അവിടുത്തെ മന്ത്രിയുമൊക്കെ വേദിയിലുണ്ടാകുന്നതും സ്വാഭാവികം. വിജയേട്ടാന്ന് ഒരുപാട് കാലം വിളിച്ച് നടന്നിട്ട് പുതിയ മേച്ചിൽപ്പുറത്തെത്തിയപ്പോൾ മാങ്കൂട്ട സ്റ്റൈലിൽ പിണറായിയെ അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ സിനിമാക്കാരനായ മന്ത്രിയാണല്ലോ തൃശ്ശൂരിൻ്റെ MP. സ്റ്റേജിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ പിണറായി ഒരു 1.5 പ്രസംഗം നടത്തി ഉദ്ഘാടന വേദിയിൽ. തൃശ്ശൂരുകാരനായ മുസൽമാനായ കലാകാരനായ കലാമണ്ഡലം ഹൈദരാലിയെ അദ്ദേഹം ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർത്തു. മുസ്ലിമായാൽ നൃത്തം പഠിക്കരുത്,
ഹിന്ദു ഒപ്പന കളിക്കരുത് എന്നൊക്കെ വേലിക്കെട്ടുകൾ തീർക്കുന്നവർക്കെതിരെ മുഖ്യൻ രൂക്ഷമായി സംസാരിച്ചോടെ ക്ഷേത്രകലയായ കഥകളി മുസ്ലിമായ ഹൈദരാലി എന്തിനു പഠിച്ചു എന്ന് ചോദിച്ചവരുണ്ട്, ഈ നാട്ടിലുണ്ട്. ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിക്കാൻ ആ ടീം വരുമ്പോൾ കഥകളി ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രം മതിലിടിച്ചു മാറ്റിയിട്ട് അവിടെ വേദി കെട്ടി കലാമണ്ഡലം ഹൈദരാലി കൃഷ്ണനെയൊക്കെ സ്തുതിച്ച് പാടുമായിരുന്നു. ഹിന്ദു ദൈവനാമധാരികളെയൊക്കെ സ്തുതിച്ച് കഥകളി പദം പാടുമായിരുന്നു മതിലിനിപ്പുറത്ത്. അതുകൊണ്ട് എന്താണ് ദൈവത്തിന് കിട്ടാവുന്നത്? ആലോചിക്കുക. ദൈവം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ 10 ഓർഡറിന് വേണ്ടി ചെയ്യുന്ന കളികളാണിത്. മതിലിടിച്ച് ഒരു സ്റ്റേജ് ഇങ്ങനെ കെട്ടുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ മതിലിടിച്ച് ഇപ്പുറത്ത് കെട്ടിയിട്ട് അവിടെ നിന്ന് ഹൈദരാലി കൊട്ടിപ്പാടുമായിരുന്നു ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട്. യേശുദാസ് പാടുന്ന പാട്ടിട്ടിട്ടാണല്ലോ ഗുരുവായൂരപ്പനെ ഉണർത്തുന്നതും ഉറക്കുന്നതും. യേശുദാസിനെ കണ്ണനെ ഒന്ന് കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കണക്കായിരുന്നു ഹൈദരാലിയോടും കാണിച്ചത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപമെന്നും ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും എന്ന് വയലാർ എഴുതി കൊടുത്തത് മനസ്സറിഞ്ഞ് പാടിയവനാണല്ലോ യേശുദാസ്. അമ്പലങ്ങൾ കട്ടുപിടിക്കുന്നവരോട് ക്ഷമിക്കുന്ന ഭക്തർക്ക് യേശുദാസിന് ശ്രീകൃഷ്ണനെ തൊഴാൻ കയറ്റണ്ട എന്ന മനോഭാവം എന്തായാലും കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചില സംഘടനകളാണ് അങ്ങനെ വാശി പിടിക്കുന്നത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് തിരുവനന്തപുരത്ത് അമ്പലങ്ങളിൽ ഒരിടത്തേ വെച്ചിട്ടുള്ളൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് ആ ബോർഡ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ആറ്റുകാലോ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോ എവിടെ വേണമെങ്കിലും ഏത് അഹിന്ദുവിനും ഭക്തി ഉണ്ടെങ്കിൽ കയറാം. അപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വായിച്ചിട്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ശ്രീ പത്മനാഭനെ കയറി മധുരവോളം തൊഴുതിട്ടുണ്ട്, അകത്ത് കയറി തൊഴുതിട്ടുണ്ട് എന്ന്, അടുത്ത് നിന്ന് തൊഴുതിട്ടുണ്ട് എന്ന് എന്നോട് നമ്മുടെ മരിച്ചുപോയ നടൻ ജോസ് പ്രകാശ് ഷൂട്ടിങ്ങിനിടയിൽ എന്തോ പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ ശ്രീ പത്മനാഭനെ അകത്ത് കയറി ആ ബോർഡിൽ നോക്കി അഹിന്ദുക്കൾ അകത്ത് കയറരുതെന്നുള്ള ബോർഡിൽ നോക്കിയിട്ട് എന്നോട് ക്ഷമിക്കണം, എനിക്ക് താങ്കളെ ഒന്ന് നന്നായിട്ട് തൊഴണം, താങ്കളെ ഒന്ന് കാണണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്ത് കയറി തൊഴുതു. ആരും അറിഞ്ഞില്ല ജോസ് പ്രകാശ് ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ ജോസ് പ്രകാശ് ആണെന്നോ അറിഞ്ഞില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ തൊഴാത്ത ഒരു അമ്പലങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തെ ആരും തടഞ്ഞതായി എനിക്കറിയില്ല. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? യേശുദാസിനെ കയറ്റാത്തതും കലാമണ്ഡലം ഹൈദരാലിയെ മതിലിടിച്ച് പുറത്തു നിർത്തി പാടിച്ചതുമൊക്കെ മാറ്റേണ്ട കാലമായി എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഹിന്ദുക്കളിൽ മാത്രമല്ല, എല്ലാ മതത്തിലും. ഇപ്പോൾ മുസ്ലിം മതത്തിൻ്റെ കല്യാണമൊക്കെ നടക്കുമ്പം നടുക്കൂടെ തുടി കെട്ടി സ്ത്രീകൾ ഇപ്പുറം പുരുഷന്മാരിപ്പുറം അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ലോകം പിടിച്ചു വീഴുന്നതാണല്ലോ അവർ പറയണേ. അപ്പോൾ ഇതൊക്കെ മാറേണ്ട കാലമായി എന്നാണ് എൻ്റെ വിശ്വാസം. ചന്ദ്രനിൽ ചെന്ന് മൂത്രമൊഴിക്കുന്ന കാലമാണിപ്പോൾ. അപ്പോൾ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ബുധൻ എവിടെ നിൽക്കുന്നു, കേതു എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ജാതകം നോക്കും. ചന്ദ്രന് പോയി ആളിറങ്ങുന്നു. എന്തായാലും സംസ്ഥാന യുവജനോത്സവ വേദിയിൽ മുഖ്യമന്ത്രി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. സ്ഥലം MP എല്ലാം കേട്ടിരുന്നു. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയപ്പോൾ ഈ വേദി ഞാൻ വിവാദമാക്കാനില്ല എന്ന് പറഞ്ഞ് നിർത്തിയത് നന്നായി എന്ന് ഞാൻ പറയും. അല്ല, അടുത്ത ജന്മം ഞാൻ പൂടലിട്ടവനായി ജയിക്കും, എനിക്ക് അയ്യപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം, തന്ത്രിയാവണമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാത്തത് നന്നായി എന്ന് ഞാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ബോൾഗാട്ടി ധർമ്മജൻ വിളിക്കും. ധർമ്മജ എന്തെങ്കിലും ഒരു പോയിന്റിൽ സംസാരിക്കാനായിരിക്കും വിളിക്കുന്നത്. ഒരുപാട് കാട് കയറിയൊക്കെ സംസാരിക്കും. ഞാൻ മുഴുവൻ കേട്ടോണ്ട് നിൽക്കും. ഇപ്പോൾ ധർമ്മജൻ പറയാണ്, അമ്മയുടെ ദീർഘവീക്ഷണമുള്ള പ്രസിഡൻറ്റ് ആര് എന്നാരെങ്കിലും എന്നോട് ചോദിച്ചാൽ, ധർമ്മജനോടല്ല എന്നോട് ചോദിച്ചാൽ കണ്ണു അടച്ചുകൊണ്ട് ഞാൻ പറയും അമ്മയുടെ ഇതുവരെയുള്ള പ്രസിഡന്റുമാരിൽ ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും കണിശക്കാരനായ, ഏറ്റവും മാന്യനായ പ്രസിഡൻറ്റ് ഇന്നസെൻ്റ് ആണ് എന്ന് പറയും. കടുവയും പുലിയും ചീങ്കണ്ണിയും മാനും മുയലും ആനയും ചെമ്പൻസിയും ഒക്കെയുള്ള അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ അംഗങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനും പറയേണ്ടിടത്ത് കൃത്യമായി പറയാനറിയാവുന്ന മനുഷ്യനായിരുന്നു ഇന്നസെൻ്റ്. അദ്ദേഹം കേരളം പ്രളയ ദുരിതത്തിൽപ്പെട്ടപ്പോൾ സംഘടന പിരിച്ചെടുത്ത, അമ്മ പിരിച്ചെടുത്ത
6 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ബോൾഗാട്ടി ധർമ്മജൻ ഇന്നസെൻറ്റിനെ എതിർത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ 6 കോടി രൂപയ്ക്ക് എവിടെയെങ്കിലും സ്ഥലം വാങ്ങി നമ്മൾ വീട് വെച്ച് അമ്മ ഗ്രാമം എന്ന് പേരിട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ല മൈലേജ് അമ്മയ്ക്ക് കിട്ടിയേനെ എന്നാണ് ധർമ്മജൻ പറയുന്നത്. പക്ഷേ ധർമ്മജൻ പറഞ്ഞിട്ടൊന്നും ഇന്നസെൻറ്റ് കേട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാകാം അങ്ങനെ ചെയ്യാൻ പ്രേരക ഘടകമായത് എന്നും ബോൾഗാട്ടി പറയുന്നു. മൂത്രപ്പുര പോലൊരു കൂര വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുൻവശത്തെ ചുവരിൽ ഇത് കേന്ദ്രത്തിൻ്റെ വീടാണ് എന്ന് എഴുതി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെണ്ടയ്ക്ക പോലെ വച്ച് നാണം കെട്ട പരിപാടി ആവില്ലായിരുന്നു ബോൾഗാട്ടി താങ്കൾ പറഞ്ഞ ആ കാര്യം എന്ന് ഇന്നസെൻറ്റ് തോന്നിയിരിക്കാം. അതായിരിക്കും അദ്ദേഹം എതിർത്തത്. അമ്മയ്ക്ക് മൈലേജ് അല്ല ധർമ്മജ, അന്തിക്കിടപ്പാടം നഷ്ടമായ ഏതോ നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി മനസ്സമാധാനത്തോടെ അടച്ചുറപ്പുള്ള ഒരു കൂരയിൽ കിടക്കുന്നതല്ലേ നല്ലത്. നമുക്ക് മൈലേജിന് വേണ്ടി എന്തിനാണ് ഈ കുറുക്കു വഴികൾ തേടുന്നത്? അല്ലേ തന്നെ ധർമ്മജൻ കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ചല്ലോ. ആ മത്സരിച്ച പാർട്ടിയുടെ 100 വീടും ജയിലിൽ കിടക്കുന്ന മാന്തോട്ടത്തിൻ്റെ 30 വീടും എല്ലാം കൂടി 400 വീടിന് പിരിച്ചത് ആരൊക്കെയോ വിഴുങ്ങിയതുപോലെ അമ്മയുടെ പൈസ എടുത്ത് ഇതുപോലെ വീട് വയ്ക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ആകില്ലേ ധർമ്മജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ വീട് വയ്ക്കാൻ പോയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂ. ആ ചുമതല ഞാൻ ഏറ്റെടുക്കാം, അതിനായി 2 വർഷം സിനിമയിൽ നിന്ന് ഞാൻ മാറി നിൽക്കാമെന്ന് ധർമ്മജൻ പറയുമായിരുന്നു. അമ്മ ഒരു പാത്രവുമായി ചേർന്ന്, അല്ല പാത്രമല്ല, അമ്മ ഒരു പത്രവുമായി ചേർന്ന് കുറേ പേർക്ക്, ഈ അമ്മയിലുള്ള അംഗങ്ങൾക്ക് തന്നെ, ശാന്തകുമാരി അടക്കമുള്ള, കുമ്പളങ്ങി ബീന അടക്കമുള്ള കുറേ പേർക്ക് വീട് വച്ച് നൽകിയത് ബോൾഗാട്ടി മറന്നുപോയി എന്ന് തോന്നുന്നു. അതിന് നേതൃത്വം നൽകിയ ഇടവേള ബാബുവിനെ നിങ്ങളെ എല്ലാവരും കൂടി യാത്ര അയച്ചതും മറക്കാറായിട്ടില്ല ധർമ്മജ. പിന്നെ അമ്മ എവിടെ പോയാൽ പിരിച്ചത് പറഞ്ഞേ? ധർമ്മജൻ പറയണം. 6.5 കോടി രൂപ ഒരുത്തൻ സിനിമ പിടിച്ച് അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നും അമ്മയ്ക്ക് നൽകിയിരുന്നല്ലോ. 6.5 കോടി. 6.5 കോടി തന്ന അമ്മയുടെ മോനെ അമ്മക്കാരിൽ കുറേ ക്രിമിനൽ കൂട്ടം എന്താ ചെയ്തത് ധർമ്മജ? ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇന്നസെൻ്റ് എടുത്ത തീരുമാനമല്ലേ നല്ലത്? കൃത്യമായും കാര്യങ്ങൾ നടന്നല്ലോ. നമ്മളില്ലാത്ത സമയമുണ്ടാക്കി പിരിക്കാനും വീടുകൾ വയ്ക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കാനും പിന്നെ വീട് വയ്ക്കാനുള്ള അനുവാദം വാങ്ങിക്കാനും വീട് വയ്ക്കാനും അത് അർഹതപ്പെട്ടവരെ തേടി കണ്ടുപിടിച്ച് കൊടുക്കാനും നിൽക്കാതെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത് തന്നെ ഭംഗി എന്ന് ഞാൻ പറയും. അത് ഏത് പാർട്ടി ഭരിക്കുന്നതാവട്ടെ, ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി ചിലവാക്കാൻ പറ്റില്ല. ദേവസ്വത്തിൻ്റെ ഫണ്ട് പോലെയാണ്, അത് വകമാറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൊടുക്കുന്നതല്ലേ നല്ലത്? പുരിഞ്ചിതാ ധർമ്മജ എന്നാണ് എനിക്ക് ചോദിക്കാൻ. അടുത്ത കഥ പറയുമ്പോൾ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചു വേണമെങ്കിൽ തെറി പറയും, ഞാൻ മറുപടി പറയാം. നാണം കെട്ട തൊലി ഉരിയുന്ന ഒരു പരസ്യം കണ്ടതിനെ പറ്റിയാണ് അടുത്ത് പറയാനുള്ളത്. വൈക്കം ചെമ്പിലെ ഒരു ചെറിയ വീട്ടിൽ മമ്മൂട്ടി ജനിച്ചു വളർന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ. ലോകപ്രശസ്തനുമായി. ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ച എന്താ പറയുക ഒരു സിനിമ, ഇപ്പോൾ വന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടല്ലോ, പെട്ടെന്ന് പേര് മറന്നുപോയി, മൈക്കിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ആ സിനിമ വിദേശത്ത് എന്താ പറയുക പ്രദർശിപ്പിക്കുകയോ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നു. അത്രയും വളർന്ന നടനാണ് മമ്മൂക്ക. അദ്ദേഹം ലോകപ്രശസ്തനെന്ന് പറഞ്ഞ് ചെറുതാക്കണ്ട. മദ്രാസിൽ അദ്ദേഹം ഒരു വീട് വെച്ചു. ഒരു 1.5 വീടായിരുന്നു എന്ന് പറയാം. ഞാനവിടെ പോയിട്ടുണ്ട്. അത് പണിത എൻജിനീയറാണ് എൻ്റെ ഗുരുനാഥനായ ഹരികുമാറിന് സുഹൃതം എന്ന് പറഞ്ഞ വീട് വെച്ച് കൊടുത്തത്. അത് നല്ല വീടാണ്. അപ്പോൾ അങ്ങോട്ട് ഇടപ്പഴിഞ്ഞിൽ നല്ല വീട് പണിത് പിന്നെ അതിൻ്റെ ചുവരുകളിൽ നല്ല കാശ് ചിലവിട്ട് പായലൊക്കെ പിടിപ്പിച്ചിട്ടാണ് മമ്മൂക്ക മദ്രാസിൽ താമസിച്ചത്. നല്ല വില കൂടിയ കല്ലിലൊക്കെ ചെയ്തിട്ടേ അതിലത്രയും പായൽ വെച്ച് പിടിപ്പിച്ചു. ആർക്കും ചെയ്യുക, നമ്മൾ പായൽ വരെയാണെങ്കിൽ ഇളക്കിക്കളയും. ഇദ്ദേഹം ആ ചുവര് മുഴുവൻ പിടിപ്പിച്ചു. പിന്നെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ഒരു വീട് വെച്ചു.
അവിടെ കുറേ കാലം താമസിച്ചു. ഇപ്പോൾ കടവന്ത്രയിൽ കൊട്ടാര പോലത്തെ ഒരു രമ്യഹർമ്മ്യം പണിത് അദ്ദേഹം താമസിക്കുന്നു. മകൻ ദുൽഖറും കൊച്ചിയിൽ വേറെ വീട് വെച്ച് താമസിക്കുന്നു. നെയ്പരുത്ത അപ്പത്തിന് കുഴപ്പമില്ല എന്നാണല്ലോ എല്ലാവരും പറയാറ്. നടുക്കടലിൽ പോയാലും നായ നക്കിയോ കുടിക്കൂ എന്ന് പറഞ്ഞ കണക്ക് നാണം തോന്നിയ ഒരു പരസ്യം ഞാൻ ഇന്നലെ കണ്ടു. ഒരു പെൺകുട്ടി താജ്മഹൽ കാണാൻ അല്ലെങ്കിൽ ചൈനയുടെ വൻമതിൽ കാണാൻ വിളിക്കും പോലെ മുഖത്ത് ഒരുപാട് അതിശയത്തോടെ, അതിശയം ഇങ്ങനെ വാരി വിതറി ആ പെങ്കൊച്ച് ഈ പരസ്യത്തിൽ സംസാരിക്കുന്നു. മമ്മൂക്കയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ആ കൊച്ചു ചോദിക്കുന്നത്. ഇതാ ഒരു സുവർണ അവസരം, 25 കോടി അടിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതാ ഒരു സുവർണ അവസരം. ജനുവരി 24, 25 തീയതികളിൽ ലുലു മാളിൽ നടക്കുന്ന മനോരമ ഫോർച്യൂൺ ട്രാവൽസ് ആൻഡ് ടൂറിസം എക്സ്പോയ്ക്കായി രജിസ്റ്റർ ചെയ്യൂ. അതിൽ രജിസ്റ്റർ ചെയ്താൽ, മനോരമയുടെ അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാം. പങ്കെടുക്കുന്ന 3 ഫാമിലിക്കേ ഉള്ളൂ, ഒരുപാട് പേർക്കൊന്നുമില്ല, 3 ഫാമിലിക്കാണ് താമസം. വർഷങ്ങളോളം മമ്മൂക്ക താമസിച്ച വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. മമ്മൂക്കയുടെ അവാർഡ് കളക്ഷൻസ്, ഹോം തിയേറ്റർ, അദ്ദേഹം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഹോം തിയേറ്റർ, ദുൽഖറിൻ്റെ സ്വീറ്റ് റൂം, മറ്റനേകം അട്രാക്ഷനുള്ള ഈ വീട്ടിൽ താമസിക്കാൻ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ എന്നാണ് പരസ്യം. മനോരമ വയോഗാർ എന്ന് പറഞ്ഞ സൈറ്റിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. മനോരമയ്ക്ക് ഇങ്ങനെ ആളെ ആകർഷിക്കാൻ നാണമില്ലെങ്കിൽ അവരിങ്ങനെയുള്ള പരസ്യങ്ങൾ കൊടുത്തോട്ടെ. കുറച്ച് കാശിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇങ്ങനെ അധപ്പതിക്കാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മമ്മൂക്ക തൂറിയ ക്ലോസറ്റിൽ തൂറാനൊരു അവസരം എന്നൊരു അട്രാക്ഷൻ കൂടി വയ്ക്കാമായിരുന്നു ഈ പരസ്യത്തിൽ എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇവിടെ വയ്ക്കായിരുന്നു. എല്ലാ ദിവസവും മമ്മൂക്ക തൂറിയ ക്ലോസറ്റ് നിങ്ങൾക്കും തൂറാം. ഇതൊരു നാണം കെട്ട പണിയെന്നാലോചിച്ച് നോക്കി. എന്തായാലും എവിടെ വരെ ഈ സംഭവം പോകും എന്നറിയാനായി ഞാൻ മനോരമയുടെ ബയോഗ്രഫി കയറി ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യൂ എന്ന് വന്നു. സ്വപ്നതുല്യമായ അവസരം സ്വന്തമാക്കൂ എന്നാണ് നമ്മളെ മാടി വിളിക്കുന്നത്. യുവർ ട്രാവൽ പ്രഫറൻസ് കൊടുക്കണം എന്നായി ആദ്യം. ട്രാവൽസ് പ്രഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആണോ ഡൊമസ്റ്റിക് ആണോ എന്നാണ്. അത് ഇവിടെ ഉള്ളവരാണോ വിദേശത്തുള്ളവരാണോ. അപ്പോൾ ഞാൻ അടിച്ചു ഡൊമസ്റ്റിക് എന്നടിച്ചു. വെൻ ആർ യു പ്ലാനിങ് ടു ട്രാവൽ ആസ് സൂൺ ആസ് പോസിബിൾ. വിത്തിൻ 2 weeks, നിങ്ങൾ 2 ആഴ്ചയാണോ താമസിക്കുന്നത്? വിത്തിൻ എ മന്ത്, 1 മാസമാണോ താമസിക്കുന്നത്? വിത്തിൻ 3 months, നോട്ട് ഷുവർ എറ്റ്, അതായത് നിങ്ങൾക്ക് ഉറപ്പായില്ലേ ഇതുവരെ, ഇതിലേത് വേണോ നമുക്ക് ആദ്യം ടിക്ക് ചെയ്യാം. അപ്പം ഞാൻ വിത്തിൻ 2 days എന്നടിച്ചു. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞു വന്നു. എൻ്റർ യുവർ നെയിം, നിങ്ങളുടെ പേരടിക്കൂ. ഞാൻ കള്ളപ്പേരൊന്നും അടിച്ചില്ല, ഞാൻ ശാന്തിയുള്ള ദിനേശ് എന്ന് തന്നെ അടിച്ചു. എൻ്റർ യുവർ ഫോൺ നമ്പർ, അതും ഞാൻ സത്യം തന്നെ അടിച്ചു. 9847061250 എന്നടിച്ചു. കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് വന്നു. പ്ലീസ് ഫിൽ യുവർ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ സോ ദാറ്റ് വി ക്യാൻ കോണ്ടാക്ട് വിത്ത് യു. ഇമെയിൽ എൻ്റർ യുവർ ആൻസർ എന്ന് വന്നു. സിറ്റി എവിടെയാണ് അത് അതിൽ തന്നെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്തു, ട്രിവാൻഡ്രം. ഇവിടം വരെ ഞാൻ ഫില്ല് ചെയ്തു. പിന്നെ മുന്നോട്ട് എന്താണെന്ന് പറഞ്ഞാൽ പോണില്ല. എന്തുകൊണ്ടോ മുന്നോട്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പേര് നൽകിയിട്ടു മുന്നോട്ട് പോയില്ല. എത്ര രൂപയാണ് അവിടെ 2 ദിവസം താമസിക്കാനോ 2 ആഴ്ച താമസിക്കാനോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ താമസിക്കാനോ എന്നൊക്കെ കണ്ടെത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയേ. പക്ഷെ പോകുന്നില്ല. എന്തിനാണ് ഇങ്ങനെ മമ്മൂട്ടിയെ പോലൊരു നടൻ സ്വന്തം വില കളയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് റേഷനറി വാങ്ങിക്കാനുള്ള വക വേറെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കിടന്നിരുന്ന കിടപ്പ് മുറി അടക്കം കണ്ടവന്മാർക്ക് കിടക്കാൻ കൊടുത്ത് ആ പൈസ കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനോ മകൾക്കോ ഇല്ല. അത്രയും കഴിഞ്ഞ ജന്മം പുണ്യം ചെയ്തവരാണ് അവർ. എന്തിനാ ഈ വില കളഞ്ഞു എന്ന് എനിക്കറിയില്ല. മലപ്പുറത്തുള്ള പണച്ചാക്കുകളുടെ മക്കൾ വന്ന് മമ്മൂക്ക വാങ്ങുന്ന 369 രജിസ്ട്രേഷനുള്ള കാറുകളൊക്കെ പറയുന്ന വില കൊടുത്ത് വർഷങ്ങളായി വാങ്ങിപ്പോയി. എടാ മമ്മൂക്ക പിടിച്ച സ്റ്റിയറിങ്ങിലാടാ ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോൾമേർ കൊള്ളുന്ന ഒരുപാട് പിള്ളേരുണ്ട്. 60 ലക്ഷത്തിൻ്റെ കാറ്
കട്ടറിലൊക്കെ ചാടിച്ച് അതിനെ ഒരു പരുവമാക്കിയിട്ട് കൊതി തീരുമ്പോൾ 75 ലക്ഷം രൂപയ്ക്കോ 80 ലക്ഷം രൂപയ്ക്കോ വിറ്റോളൂ, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല, കാരണം ആരാധകൻ വന്ന് വാങ്ങട്ടെ. പക്ഷേ താമസിച്ചിരുന്ന വീട് പത്തനാപുരം കൊട്ടാരത്തെക്കാൾ മഹത്വവത്കരിച്ച് വാടകയ്ക്ക് ദിവസ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി നാണം കെട്ടതാണ്. ഈ പത്മശ്രീക്കാരന് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് അടക്കം ലോകത്ത് കിട്ടാവുന്ന എല്ലാ അവാർഡുകളും നേടിയ മമ്മൂക്ക ഒരിക്കലും ഇത്രയും അധപ്പതിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മറ്റേ എന്നെ തെറി വിളിക്കാനുള്ളതൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. യൂട്യൂബ് അങ്ങനെ ഒരു ഗുണം ചെയ്തത്. ഫോണിൽ വിളിച്ച് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചുരുക്കമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ, ഞാൻ അതിന് മറുപടി പറയാം എന്നാണ് എനിക്ക് പറയാം. അടുത്ത കഥ, എൻ്റെ നല്ല പരിചയക്കാരിയായിരുന്നു സജിത മഠത്തിൽ. ചലച്ചിത്ര അക്കാദമിയിൽ ജോലിയുള്ള കാലത്താണ് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നത്. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. എന്തോ കാരണത്താൽ ഗണേഷ് കുമാറുമായിട്ട് സജിത തെറ്റി. ഗണേഷ് കുമാർ എന്തോ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു, ചൂടായി. ജോലി പോയ സമയത്തൊക്കെ ആശയറ്റ സജിതയ്ക്ക് മാനസിക പിന്തുണയൊക്കെ നൽകിയിരുന്നു ഞാൻ. മുഖ്യമന്ത്രി മാറി, പിണറായി വന്നു, സിനിമാ മന്ത്രി AK ബാലനായി. സജിത വീണ്ടും ശക്തി പ്രാപിച്ചു. ഒപ്പം നടിയെ ആക്രമിച്ച കേസ് വരികയും വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഒരു പുരുഷവിരുദ്ധ സംഘടന ഉണ്ടാക്കുകയും മീശയുണ്ടെങ്കിലും സ്ത്രീകളെപ്പോലെ ചിന്തിക്കുന്ന കുറേ പേർ പിറകിൽ നിന്ന് തള്ളാനും ഉന്താനും ഉണ്ടായപ്പോൾ അവരോടൊപ്പം സജിതയും കൂടി. ഒപ്പം സജിതയുടെ സഹോദരിയുടെ ഒരു മകൻ നക്സലൈറ്റുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുക കൂടിയായപ്പോൾ പരസ്യമായി ഞാൻ നക്സൽ ചിന്താഗതിക്കാരി ആണെന്ന് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് കോഴിക്കോടന്മാർ സജിതയെ അടക്കം വലയിലാക്കുക കൂടി ചെയ്തപ്പോൾ സജിത ശരിക്കും മാറി. തലയിൽ കണ്ണടയും വച്ച് ബുദ്ധിജീവി പട്ടികയിൽ സജിതയും ഇടം നേടി. ഞാൻ അതിനുശേഷം സജിതയെ കണ്ട വഴി മാറി നടക്കും, അല്ലാതെ ഞങ്ങൾ വിളിച്ചു പോകുന്ന ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. എനിക്ക് സജിതയോട് പറയാനുള്ളത്, ഇപ്പോൾ പാലയിലെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന സെക്രട്ടറി രാജിവെച്ച് പോയി. ഒരുപാട് പേർ അത് അറിഞ്ഞിട്ടില്ല. ആ പോസ്റ്റ് വേക്കൻ്റാണ്. സജിതയ്ക്ക് എന്തായാലും പറ്റിയ ഇടമാണ്. പാര കൂടാതെ നടക്കുന്നവരിൽ നിന്ന് തന്നെ വാരൽ വരാം. എന്നാലും ഒന്ന് ശ്രമിച്ചാൽ സജിതയ്ക്ക് ആ പോസ്റ്റ് കിട്ടാം. സജിതയുടെ ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാര്യം, സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു. അത് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ആ സ്ത്രീയോട് പാവം തോന്നി. കഴിഞ്ഞ വർഷം പകുതി മുതൽ സജിത തൊഴിൽ രഹിതയാണെന്നും കുടുംബത്തിലെ നീക്കിയിരിപ്പൊന്നും ഇല്ല എന്നും സജിത പറയുന്നു. എഴുത്തും വല്ലപ്പോഴും കിട്ടുന്ന അഭിനയവുമാണ് ആകെ വരുമാനം. കേരളത്തിലും പുറത്തും സജിതയെ പരിപാടികൾക്കായി വിളിക്കുന്നവർ സ്നേഹം വാരിക്കോരി കൊടുത്താൽ സജിതയുടെ വയറ് അല്ലെങ്കിൽ സജിതയുടെ കുടുംബത്തിൻ്റെ വയറ് നിറയില്ല എന്നും ട്രെയിനും ബസ്സുമൊക്കെ ആളോഹരി കിട്ടിയതല്ല എന്നും സജിത ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. നിങ്ങളുടെ പരിപാടികൾ എൻ്റെ ആവശ്യമായി മാറ്റരുത് എന്നാണ് സജിത ഓർമ്മിപ്പിക്കുന്നത്. ചെലവിടുന്ന മണിക്കൂറുകൾ നോക്കി ന്യായമായ പ്രതിഫലം ഇനി തന്നേ പറ്റൂ എന്നാണ് 2026 സജിതയുടെ തീരുമാനം. ന്യായമായ 100% ന്യായമായ തീരുമാനമാണെന്ന് ഞാൻ പറയും. എന്ത് തരണമെന്ന് ന്യായമായ ചോദ്യം, അതെങ്കിലും സജിത പ്രതീക്ഷിക്കുന്നു എന്നാണ് സജിത പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? എന്തെങ്കിലും ചോദിക്കണം, നിങ്ങൾ തരണ്ട. പക്ഷേ സജിതയ്ക്ക് എന്താ തരേണ്ടത്? ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കണം എന്നാണ് അവർ പറയുന്നത്. എഗ്രിമെൻറ്റുകളില്ലാത്ത ഇടപാടുകൾ ഒന്നും ഇനി വേണ്ട എന്നും സജിത പറയുന്നു. സജിതയുടെ തീരുമാനം 100% നല്ലതാണ്. സഞ്ചിയും തൂക്കി വലിയ വട്ടപ്പൊട്ടുമൊക്കെ വച്ച് ബുദ്ധിജീവി വേഷങ്ങളുമായി ക്ഷണിച്ചപ്പോൾ വരുന്ന സജിതയ്ക്ക് അല്ലെങ്കിൽ സജിതയോട് മിനിമം മര്യാദയെങ്കിലും സംഘാടകർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുകുമാർ അഴീക്കോട് മാഷൊക്കെ തുക പറഞ്ഞ് ഉറപ്പിച്ച് മൈക്കിന് മുന്നിൽ കയറും മുമ്പ് അത് വാങ്ങിയിട്ടേ അദ്ദേഹം ചുണ്ടനക്കുള്ളായിരുന്നു. കഥാപ്രസംഗം
ഇൻ്റർവൽ വരെ പറഞ്ഞ ശേഷം പറഞ്ഞിരുന്ന തുകയുടെ ബാക്കി കയ്യിൽ കിട്ടും വരെ ഇൻ്റർവൽ നീട്ടി കൊണ്ടുപോയിട്ട് കാശ് കിട്ടിയാലേ പാർട്ടി പരിപാടി ആയാൽ പോലും സാംബശിവൻ സാറ് ഇൻ്റർവലിന് ശേഷമുള്ള ബാക്കി കഥ പറയും. മറ്റൊരു ചുവപ്പനായ എസ്.എൽ. പുരം സദാനന്ദ സാർ പറഞ്ഞ തുക പൈസ കണക്കാക്കി ഒരു പൈസ കുറയ്ക്കാതെ കയ്യിൽ വെച്ചു കൊടുത്താൽ മാത്രമേ സിനിമയുടെ തിരക്കഥ തിരിച്ചേൽപ്പിക്കുള്ളായിരുന്നു. തിരക്കഥ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. എനിക്ക് അഡ്വാൻസ് എന്നത് വരും, ബാക്കി ഇത്രയുണ്ട്, ആ തുക ഇങ്ങോട്ട് താ. അത് വാങ്ങിയിട്ടല്ലാതെ ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ലക്ഷപ്രഭുക്കളായി. വേഷവിധാനങ്ങൾ നോക്കി ആളുകളെ അടക്കണ്ട, സജിതയ്ക്ക് കൊടുക്ക് കാശ് എന്ന് ഞാൻ പറയും. അവരും അന്തസ്സായി ജീവിക്കട്ടെ. അതെങ്കിലും ഓർത്ത് മേലിൽ സജിതയെ വിളിക്കുന്നവർ അവരെ പറ്റിക്കരുത്. ബസ് കൂലി വണ്ടിക്കൂലി ഉണ്ടോ എന്ന് പോലും ചോദിച്ചില്ല എന്നാണ് ഫേസ്ബുക്കിൽ പലരും ചോദിക്കില്ല എന്നാണ് സജിത പറയുന്നത്. ചോദിച്ചവരോട് സജിത നന്ദിയും പറയും. ഈ കഴിഞ്ഞ 10-ാം തീയതി നമ്മുടെ ഗാനഗന്ധർവന് 86 വയസ്സ് തികഞ്ഞു. 86. 1940 ജനുവരി 10-ാം തീയതിയായിരുന്നു അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ പിറന്നത്. ഏതാണ്ട് 10 വർഷമായി അദ്ദേഹം അമേരിക്കയിൽ 3ാമത്തെ മകൻ വിശാലിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹവും ഭാര്യയും. 10-11 പാട്ടുകൾ ഒരു ദിവസം റെക്കോർഡിംഗ് നടത്തുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന് ചില ചിട്ടകളുണ്ടായിരുന്നു. ജനിച്ചു വീണ വീടിൻ്റെ മുറ്റത്തെ മാവിന് ജനുവരി 10-ാം തീയതി എത്തി ദാഹനീർ കൊടുക്കുമായിരുന്നു. കുറച്ച് വെള്ളം ആ മാവിന് ഒഴിച്ചു കൊടുക്കും. എൻ്റെ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീട് വിറ്റതാണ്, മാവേ ഇതാ വെള്ളം എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം അതിന് ജന്മനാളിന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. മണ്ഡലകാലത്ത് ശബരിമലയിൽ പോയി അദ്ദേഹം പാടുമായിരുന്നു. ആ ഹരിവരാസനം മൈക്കൊന്നും ഇല്ലാതെ നിന്ന് പാടുന്ന കേൾക്കണം. ഭക്തികളിൽ ആറാടി അദ്ദേഹം നിൽക്കുന്നത്, സകലതും മറന്നു നിന്ന് പാടുമായിരുന്നു. ജന്മനാളിൻ്റെ തലേന്ന് മൂകാംബിയിലെത്തി ജന്മദിനത്തിന് അന്ന് മൂകാംബിയ ദേവിയുടെ മുന്നിൽ പാടുമായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി ലോകത്തെവിടെ ആയിരുന്നാലും ശരി അദ്ദേഹം തലസ്ഥാനത്തെത്തുകയും സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിലെ ശാസ്ത്രീയ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു. വർഷങ്ങളോളമായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. ഇതൊന്നും മുടക്കാത്ത ഗന്ധർവനായിരുന്നു അദ്ദേഹം. യേശുദാസിന് അല്ലെങ്കിൽ യേശുദാസിൻ്റെ സംഗീത കച്ചേരി കാണാൻ അതിനുവേണ്ടി മാത്രമായി സൂര്യയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നവരെ വരെ എനിക്കറിയാമായിരുന്നു. ഞാൻ സിനിമയൊന്നും കാണാൻ പോകില്ല, ഇതിനെ പാസ് വേണമെങ്കിൽ തരാം, ഞാൻ ആ യേശുദാസിൻ്റെ സംഗീത കച്ചേരിക്ക് മാത്രമേ പോകുമെന്ന് എന്നോട് പറഞ്ഞ ആളുകളെ എനിക്കറിയാം. അതിൽ ഒട്ടും അതിശയോക്തിയില്ല. എല്ലാം കൊറോണയോടെ തകിടം പറഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ തളയ്ക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ തലസ്ഥാനത്ത് എത്തും, സൂര്യയിൽ 1-ാം തീയതി പാടും എന്നൊക്കെ വാർത്ത വന്നു. പക്ഷേ പാടിയില്ല എന്നല്ല, അദ്ദേഹം വന്നില്ല. A.R. റഹ്മാനും M.G. ശ്രീകുമാറും ഒക്കെ അമേരിക്കയിലെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. മനസമാധാനത്തോടെ ഇനിയുള്ള കാലം കഴിയണം എന്ന് കരുതിയിട്ടാണോ അദ്ദേഹം അമേരിക്കയിൽ തങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയുള്ള കാലം കേരളത്തിൽ അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എതിരഭിപ്രായമുള്ളവരും ഉണ്ടാവാം. അങ്ങനെ അമേരിക്ക കഴിയട്ടെ, അതിന് നിനക്കെന്താ, അദ്ദേഹം അവിടെ കിടക്കട്ടെ എന്ന് പറയുന്നവരും ഉണ്ടാവാം. പക്ഷേ കേരളത്തിൽ വന്ന് അദ്ദേഹം താമസിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ 86-ാം പിറന്നാൾ ദിവസം മകൻ വിജയ് യേശുദാസ് അച്ഛനെ പോലെ തലേന്ന് മൂകാംബിയിലെത്തി അടികമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് അപ്പായ്ക്ക് വേണ്ടി ദേവസന്നിധിയിൽ ജന്മനാളിൻ്റെ അന്ന് പാടുന്നത് കണ്ടപ്പോഴാണ് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അത്രയെങ്കിലും വിജയ് യേശുദാസ് ചെയ്തല്ലോ എന്നെനിക്ക് തോന്നി. അതിന് വിജയ് യേശുദാസിനോട് സന്തോഷം പങ്കു. ഇനി ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൈക്ക് കിട്ടുമ്പോഴേ ചിലർക്ക് ഹാലിളകും, ആരെങ്കിലും ഒന്ന് ഞോണ്ടണം എന്ന് തോന്നും. അതവരുടെ ജാതിയിലുള്ള സ്വഭാവമായിരിക്കാം. ആയിക്കോട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റൂ, തിരുത്താൻ പറ്റില്ല. എന്നാൽ അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെപ്പറ്റി കുറച്ച് ബോധമെങ്കിലും വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലും ഇല്ലാത്തവരെ എന്താ പറയുക അല്ലെങ്കിൽ എന്താ വിളിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രീനിവാസനെ അനുസ്മരിക്കുന്ന ഒരു പ്രോഗ്രാം ചലച്ചിത്ര അക്കാദമിയാണോ നിയമസഭാ സ്പീക്കറാണോ സംഘടിപ്പിച്ചത് എന്നെനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന നിയമസഭാ പുസ്തകോത്സവം നടക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റേജിൽ ശ്രീനിവാസനെ അനുസ്മരിക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. നമ്മുടെ പ്രേംകുമാർ ലംബോ പ്രേമൻ
പ്രിയദർശൻ, മന്ത്രി ഗണേശൻ മുതലായവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നമ്മുടെ സംവിധായകൻ കമൽ എന്ന മഹാൻ ഒരാവശ്യവുമില്ലാതെ TH കോടമ്പുഴ എന്ന പഴയകാല സിനിമാ പത്രപ്രവർത്തകനെ അവഹേളിക്കുന്നത് കണ്ടപ്പോൾ അകലിൽ മുഴുവൻ പാല് നിറഞ്ഞു നിന്നാലും കൊതുകിന് ചോരയാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞ കണക്ക് ആ വരികളാണ് ഞാൻ അപ്പോൾ ഓർത്തത്. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണല്ലോ കവി എഴുതി വെച്ചത്. TH കോടമ്പുഴയെ പോലെ BK ഹംസയെ പോലുള്ള പഴയകാല സിനിമാ പത്രപ്രവർത്തകരുടെ ജീവിതം പരമ കഷ്ടമായിരുന്നു. ഒരു പത്രമുതലാളിയും കോടമ്പകത്ത് പോയി ജീവിക്കാനുള്ള ശമ്പളം ഞാൻ തരാം, നീ കോടമ്പകത്ത് നിന്ന് കവർ ചെയ്ത് അയക്കുമെന്ന് പറഞ്ഞ് ഒരാളെയും വിട്ടിട്ടില്ല. ഒരാൾക്ക് ശമ്പളം കൊടുത്തിരുന്നു. ആദ്യമായിട്ട് ശമ്പളം വാങ്ങുന്നത് അങ്ങനെ പറഞ്ഞ കൃത്യമായി ശമ്പളം പറഞ്ഞു പോയി ചെയ്തത് മധുവയ്പ്പനെയാണ്. ഞാനില്ലേ, ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കാതെ എങ്ങനെ ജീവിക്കും? എന്തെങ്കിലും നക്കുന്നുണയും ചിലപ്പോൾ അയച്ചു കൊടുത്താലായി. പ്രേം നസീറിനെ പോലെ മനസാക്ഷി പണയം വയ്ക്കാത്തവർ നൽകുന്ന തുകയായിരുന്നു ഇവരുടെ പട്ടിണി മാറ്റിയിരുന്നത്. നല്ല സഹൃദയനായിരുന്നു TH കോടമ്പുഴ. ചിരിച്ച മുഖത്തോടെ അല്ലാതെ, ഡൈ അടിച്ച് കറുപ്പിച്ച തലമുടിയോടെ അല്ലാതെ, നല്ല വെളുത്ത ശരീരം. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് മോനെയെന്ന് എല്ലാവരും മോനെയെന്ന് വിളിച്ച് തോളിൽ തട്ടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. സിനിമാ രംഗത്താണെങ്കിൽ അദ്ദേഹത്തിന് നല്ല പിടിപാടും ഉണ്ടായിരുന്നു. ഈ പയ്യനെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകനും കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയില്ല. അത്രയും ബന്ധങ്ങളുണ്ടായിരുന്നു TH കോടമ്പുഴയ്ക്ക്. ഒരുപാട് തുടക്കക്കാർക്ക് താമസിക്കാൻ ഒരിടവും കടത്തിന് ഭക്ഷണവും വാങ്ങിക്കൊടുത്ത, അത് സംഘടിപ്പിച്ച് കൊടുക്കുന്ന മനുഷ്യനായിരുന്നു TH കോടമ്പുഴ. കോടമ്പുഴയുടെ വീട്ടിൽ നിന്ന് സിനിമാക്കാരിൽ ചോറും നല്ല നാടൻ കോഴിക്കോട് സ്റ്റൈലിലുള്ള മീൻകറിയും കൂട്ടി വയറ് നിറയെ കഴിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിലും കോഴിക്കോട് മീൻകറി ഇങ്ങനെ കഴിക്കും. ഞാൻ മീനൊന്നും കഴിക്കുന്ന ആളല്ല. വടക്കേ ഇന്ത്യയിൽ ഏതോ ഒരു ചിട്ടി ഫണ്ടിൽ ജോലി ചെയ്തിരുന്ന സാജൻ, ആ ചിട്ടി ഫണ്ട് പൊളിഞ്ഞപ്പോഴാണല്ലോ ചക്രയുമ സാജേട്ടൻ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതുപോലെ കലാസംവിധായകനായിരുന്ന അരോമണിയുടെ പടമൊക്കെ ഡയറക്റ്റ് ചെയ്തിരുന്ന ശ്രീനി, ഗാനരചയിതാവായിരുന്ന ഭരണിക്കാവ് ശിവകുമാർ, മനസ്സ് എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്ത ഹമീദ് കാക്കാശ്ശേരി, നാനയുടെ മധുവയ്പ്പനെ പോയ ശേഷം, മധുവയ്പ്പനെ കൽക്കട്ടയ്ക്ക് പോയല്ലോ കുറച്ച് കാലം, അങ്ങനെ പോയ ശേഷം നാനയുടെ മദ്രാസ് ലേഖകനായി തുടക്കം കുറിച്ച രഘുനാഥ് നെട്ടൂർ, അങ്ങനെ ഒരുപാട് സിനിമയിൽ ഭാഗ്യം തേടി വന്നവർക്ക് മദ്രാസിലെ പവർ ഹൗസ് റോഡിൽ കൃഷ്ണ ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ റൂമും എടുത്ത് നൽകി അടുത്തുള്ള ടീ കടയിൽ ചായയും വടയും ആവശ്യമുള്ളത് കടം കൊടുക്കണം, മാസാമാസം തരും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തത് TH കോടമ്പുഴയായിരുന്നു. അത് എനിക്കെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, ചക്കറിമ സാജൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിക്കൽ TH കോടമ്പുഴയെക്കുറിച്ച് അങ്ങനെ എഴുതിയിരുന്നു. ഇതിൻ്റെ എതിർവശത്താണ് ടുലറ്റ് ലോഡ്ജ്. ടുലറ്റ് എന്നാണ് ലോഡ്ജിൻ്റെ പേര്. പടിയൻ എന്ന് പറഞ്ഞ് ത്രാസ് സംവിധാനം ചെയ്തൊരു സംവിധായകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഈ സംവിധായകൻ കമൽ. കമൽ സിനിമ പഠിക്കാൻ വരുമ്പോൾ ടുലറ്റ് ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്ത് കൊടുത്തതും TH കോടമ്പുഴയാണ്. അപ്പോൾ കമൽ ഒരു കഥ എഴുതി വെച്ചിരുന്നു, കാവൽ മാടം എന്ന് പറഞ്ഞൊരു കഥ എഴുതി വെച്ചിരുന്നു. ഈ കഥയുമായി മദ്രാസിലെ ഏതാണ്ട് എല്ലാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ കയറി ഇറങ്ങി. ആരും കൈപ്പറ്റിയില്ല. അങ്ങനെ ഒരു കാലം കമലിനുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കമൽ ഓർക്കുന്നോ എന്ന് എനിക്കറിയില്ല. ഓർക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കമലിൻ്റെ കഥ കാവൽ മാടം JC സാറിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് TH കോടമ്പുഴ എന്ന മനുഷ്യസ്നേഹിയാണ്. ഞാൻ ഇത്രയും പറയാൻ കാര്യം, ശ്രീനിവാസനെ നിയമസഭാ പുസ്തകോത്സവം നടക്കുന്ന വേദിയിൽ അനുസ്മരിക്കുന്ന പരിപാടിയിൽ TH കോടമ്പുഴയെ കളിയാക്കുകയല്ല, നാറ്റിച്ച് അതിലാനന്ദം കണ്ട് കമൽ കൂടുകൂടെ ചിരിക്കുന്ന കണ്ടു. അവിടെ കൂടെ ഇരിക്കുന്ന ഒരാൾ ചിരിക്കുന്നില്ല. ഇയാൾ എന്ത് തെമ്മടുത്തരായി കാണിക്കുന്നതെന്നുള്ള രീതിയിലാണ് പ്രിയനൊക്കെ ഇരിക്കുന്നത്. ഇയാൾ മരിച്ചുപോയ TH കോടമ്പുഴയെ അവഹേളിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചിട്ട് അത് ആസ്വദിച്ച് അദ്ദേഹം തന്നെ ചിരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലൊരു കട്ടെങ്കിലും ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. എനിക്ക് കണ്ടപ്പോൾ അയ്യേ എന്ന് പറയാനാണ് തോന്നി. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വയം പൊങ്ങച്ചം അടിച്ച് ഇദ്ദേഹത്തിനൊക്കെ പട്ടിണി കിടന്ന് വൻകുടലിൽ ചെറുകുടലിനെ തിന്നുന്ന കാലത്ത് ആഹാരം വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ ആഹാരം കിട്ടാനുള്ള വഴി കണ്ടെത്തി കൊടുത്ത ആളാണ്. അയാളെ ചിരിച്ച് വ്യക്തിഹത്യ നടത്തി സായുജ്യം അടയുന്നു ഈ കലാകാരൻ കമൽ.
TH കോടമ്പുഴയെ അറിയാമോ എന്ന് പ്രിയനോട് ചോദിക്കുന്നു. TH കോടമ്പുഴയെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും ഒരു വിഡ്ഢിച്ചിരി, കക്ക അറിഞ്ഞൂടാന്ന് എന്തെങ്കിലും പ്രിയ എന്താ പറഞ്ഞെന്ന് ഫ്രെയിമിലില്ല, അതുകൊണ്ട് അറിഞ്ഞൂടാ, അറിയാമെന്നോ എന്തെങ്കിലും പറഞ്ഞു കാണും. അതിനും ഇയാൾ പൊട്ടി ചിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. TH കോടമ്പുഴ പ്രേം നസീറിൻ്റെ അടുത്ത ആളാണ്, മാധ്യമപ്രവർത്തകനാണ്, കോഴിക്കോട്ടുകാരനാണ്, നല്ല രസികനായ വ്യക്തിയാണ്, ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. സിനിമ മുഴുവൻ മദ്രാസിലാണല്ലോ അന്ന്. അപ്പോൾ സെറ്റുകളിൽ പോകണം, വാർത്തകൾ കളക്ട് ചെയ്യണം, അവയൊക്കെ എഴുതിയെടുക്കണം, വാരികൾക്ക് എഴുതി അയക്കണം. അപ്പോൾ തിരക്കാണ് അദ്ദേഹത്തിന്. ഇത്രയും പറഞ്ഞിട്ട് കമൽ പറയാണ്, പുള്ളിക്കാരന് എഴുതാൻ എന്താ പറയുക സമയമില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറയുന്നത് അതല്ല, പുള്ളിക്ക് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, വീണ്ടും വിഡ്ഢികളെ പോലെ ഇരുന്ന് പപ്പ എന്ന് ചിരിക്കുന്നു. എന്തിന് ഈ കോമഡി കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഭാഷയിൽ അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല എന്നാണ് TH കോടമ്പുഴയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹവും കുറേ കാലം എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശ്രീനിവാസനെ എവിടെയോ വെച്ച് TH കോടമ്പുഴ പരിചയപ്പെട്ടു. ശ്രീനിവാസനാണെങ്കിൽ ഒരു നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റാതെ നടക്കുന്ന കാലമാണ്. വാ നീ വാ എന്ന് വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി നിറയെ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഒരു സിനിമ സെറ്റിൽ കവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ വെച്ച് രസമായിട്ടൊരു 4 പേജ് എഴുതുമെന്ന് പറഞ്ഞിരിക്കാം. അത് നല്ല രസമായിട്ട് ശ്രീനിവാസൻ എഴുതിയപ്പോൾ ശ്രീനിവാസൻ എഴുതാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ. ശ്രീനിവാസൻ അതൊരു ശീലമാക്കി, അല്ലെങ്കിൽ TH കോടമ്പുഴ ശ്രീനിവാസനെ കൊണ്ട് എഴുതിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കാം. ശ്രീനിവാസൻ കരുതിയത് 4 നേരം നല്ല ഭക്ഷണം, കേരള ഭക്ഷണം, കോഴിക്കോട് മീനൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കാം എന്ന് വിചാരിച്ചു കാണും. കോടമ്പുഴ വിചാരിച്ചു കാണും, നമ്മൾ മദ്രാസിലെ എല്ലാ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങി ക്ഷീണിച്ച് ഫോട്ടോയും ബ്ലോക്കും ഒക്കെ വാങ്ങി വന്നിട്ട് പിന്നെ രാത്രി ഉറക്കം വിളിച്ചിരുന്ന് എഴുതണ്ടല്ലോ, ഈ പയ്യൻ എഴുതുമല്ലോ എന്ന് കോടമ്പുഴയ്ക്കും തോന്നിയിരിക്കാം. ഒരു പരസ്പര പൂരകം എന്ന് പറയാം. അപ്പോൾ ശ്രീനിവാസൻ്റെ പ്രലോഭനം എന്ന് പറയുന്നത് ഈ 3 നേരം നല്ല ഭക്ഷണം കിട്ടും കോടമ്പുഴയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കോടമ്പുഴ താമസിക്കുന്ന വീടിൻ്റെ 3ാമത്തെ നിലയിൽ മട്ടുപ്പാവിൽ ഓല കൊണ്ട് കെട്ടിയ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ ഇരുന്നാണ് ശ്രീനിവാസൻ എഴുതുന്നത്. ആഹാരം റെഡി എന്ന് പറയുമ്പോൾ താഴെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് നല്ല ഭക്ഷണം വയറ് നിറയെ കഴിച്ചിട്ട് പോകാം. ഇങ്ങനെ കുറേ കാലം അവർ വർക്ക് ചെയ്തു. പ്രേം നസീർ TH കോടമ്പുഴയുടെ പേര് വെച്ച് വന്ന ആ എഴുത്തുകൾ വായിച്ചിട്ട് അഭിനന്ദിച്ച് എന്നാണ് കമൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുമോ എന്ന് അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അതായത് ശ്രീനിവാസൻ എഴുതിയത് TH കോടമ്പുഴയുടെ പറ്റിൽ കൂട്ടി എന്നാണ് കമൽ പറയുന്നത്. ശ്രീനിവാസനും മരിച്ചു, TH കോടമ്പുഴയും മരിച്ചു. എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീനി തിരക്കഥാകൃത്തായി മാറിയപ്പോൾ ഞാനായിരുന്നു പകരക്കാരനെന്നും കമൽ പറയുന്നു. അപ്പോഴും പറയുന്നില്ല, ഞാൻ പട്ടിണി കിടക്കായിരുന്നു, വീട്ടിൽ നിന്ന് വല്ലപ്പോഴും 10-15 രൂപ വല്ലപ്പോഴും ഒക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പട്ടിണി ഇല്ലാതെ കിടന്നത് കോടമ്പുഴയുടെ ഔദാര്യം കൊണ്ടാണെന്ന് പുള്ളി പറയുന്നില്ല. ശ്രീനിവാസൻ പോയപ്പോൾ ആ റോള് എനിക്ക് തന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ആഹാരം തന്ന മനുഷ്യനാണെന്ന് കമൽ പറയുന്നുമില്ല. പകരം ഞാനും ശ്രീനിയും കോടമ്പുഴ എന്ന എഴുത്തറിയാത്തവന് എഴുതി കൊടുത്തു എന്ന് കേമം നടിക്കുകയാണ്. ഈ പൊതുവേദിയിലിരുന്ന് അത് കേമത്വമായിട്ട് പറയുകയാണ്. ഞാനും ശ്രീനിവാസനും ഒക്കെ എഴുതാനറിയാത്ത പള്ളിക്കൂടത്തിൽ പോകാത്ത ദാരിദ്ര്യവാസിയായ കോടമ്പുഴയ്ക്ക് എഴുതി കൊടുത്തു, സഹായിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അല്ല, ഇദ്ദേഹത്തിൻ്റെ വയറ് നിറച്ചതിനെ പറ്റി പറയുന്നില്ല. സിനിമ കേരളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ നസീർ സാർ മരിച്ചതിനാലും വരുമാനം നിലച്ച കോടമ്പുഴ കോഴിക്കോട്ടേക്ക് മടങ്ങിയതും അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളെയും പഠിപ്പിക്കാൻ ശ്രീനിവാസൻ ഓർമ്മിച്ചു എന്നും കമൽ പറയും. അപ്പോഴും ഞാൻ സഹായിച്ചു എന്ന് പറയാനാകുന്നില്ല. കാരണം ഇയാൾ 10 പൈസ പട്ടിയുടെ മുമ്പ് വേണ്ട, ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ശ്രീനിവാസൻ സഹായിച്ചത് പറയുന്നു. ഞാനെന്നാൽ എനിക്ക് കുറേ നാൾ പട്ടിണിക്ക് ആഹാരം തന്നവനാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ സഹായിച്ചു എന്നൊരു വാക്ക് പറയുന്നില്ല. കാരണം ഒന്നും കൊടുക്കില്ല, പിശുക്കനല്ലേ. അത്ര വിശാല ഹൃദയനാണ് ഇദ്ദേഹമെന്ന് സ്പഷ്ടം. കോടമ്പുഴ മദ്രാസ് വിട്ടപ്പോഴും ചുമ്മാതിരുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വെണ്ട ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസ് അടക്കം ഞാൻ വർക്ക് ചെയ്ത പല സെറ്റുകളിലും ചിത്രഭൂമിക്കായി കവർ ചെയ്തത് TH കോടമ്പുഴയായിരുന്നു. വന്ന അവിടെ തന്നെ പഹയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറുക്കിലോട്ട് ഒറ്റ അടിയടിച്ചിട്ട് എന്നിട്ട് കക്കാന്ന് ചിരിക്കും. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. വെണ്ട ഡാനിയലിൻ്റെയും സൂറത്തിൻ്റെയൊക്കെ സെറ്റിൽ അദ്ദേഹം വന്നിരുന്നു. മൂത്ത മകൾ 3 പെൺകുട്ടികളാണ് അദ്ദേഹത്തിന്. മൂത്ത മകൾ രഹിന പത്രപ്രവർത്തകയാണ്, 2ാമത്തെ മകൾ ഡോക്ടറാണ്, 3ാമത്തെ മകൾ പ്രൊഫസറാണ്. ആ 3 പെൺകുട്ടികളെയാണ് ഇയാൾ ഈ നിയമസഭാ വേദിയിൽ അധിക്ഷേപിച്ചത്.
3 പേരും വേദനിപ്പിക്കുന്നത് ആയി കമലിൻ്റെ വളിച്ച കോമഡി എന്ന് ഞാൻ പറയും. അവരുടെ അച്ഛനെക്കുറിച്ച് ഇത്രയും മോശമായി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത, എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, വിഡ്ഢിയാണെന്നുള്ള രീതിയിലാണല്ലോ ഇയാൾ സംസാരിച്ചത്. അത് പരമ ബോറായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പത്രപ്രവർത്തകയായ രഹന വിളിച്ചു, ആ മൂത്തയാൾ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. അവരുടെ മാനസിക സംഘർഷം എന്നെ സത്യത്തിൽ വിഷമിപ്പിച്ചു. ആരൊക്കെയോ അവരെ വിളിച്ചു മറുപടിക്കായി. ഒരു യൂട്യൂബർമാർ വിളിച്ചിട്ടും അവർ മറുപടിയൊന്നും കൊടുത്തില്ല. ആരൊക്കെ പറഞ്ഞു, നിങ്ങളെ അച്ഛനെക്കുറിച്ച് തെറി പറഞ്ഞിരിക്കുന്നു ആ കമൽ, വിവരം കെട്ടവൻ, നിങ്ങളതിൻ്റെ മറുപടി പറ, അയാൾക്ക് 4 പറ എന്ന് പറഞ്ഞിട്ട് അവർ ആ മാന്യത കാണിച്ചു. അവർ പറഞ്ഞു, ഇല്ല പറയില്ല, ക്യാമറയ്ക്ക് മുന്നേ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തിരുന്ന, നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങളുടെ മാനസിക വ്യഥയെക്കുറിച്ച് ഒരു വിശാലമായ ഒരു റൈറ്റപ്പ് എഴുതും, അതെങ്കിലും ആ ബോറൻ വായിക്കട്ടെ. നിങ്ങൾ ക്യാമറയുടെ മുന്നിലൊന്നും പോയി പറയാൻ നിൽക്കരുത്. ഇത് എന്താ പറയുക, ഇത് വെച്ച് മുതലാക്കാൻ ഒരുപാട് പേര് വരും. ഇല്ല, ഞാൻ അങ്ങനെ ക്യാമറ മുന്നിൽ നിൽക്കില്ല എന്നൊരു ഉറപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കോടമ്പുഴയുടെ ഒരു 2-3 നിങ്ങളുടെ വാപ്പയുടെ 2-3 പടം എനിക്ക് അയച്ചിട്ട് അവർ അയച്ചു തന്നു. അവരുടെ രോഷം കാണണം കേട്ടോ. അവർ പറയുന്നു, എൻ്റെ അനിയത്തി ഡോക്ടറാണ്, എൻ്റെ വേറൊരു അനിയത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൊഫസറാണ്, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ. ചിലപ്പോൾ വലിയ മനസ്സുള്ള ശ്രീനിവാസൻ, അടുത്ത സുഹൃത്തായ, ഒരുപാട് കാലം പട്ടിണിക്ക് ആഹാരം തന്ന മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ അച്ഛൻ എന്തെങ്കിലുമൊക്കെ തുകകൾ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ 5 കോടി കൊടുത്തിരിക്കാം, പോട്ടെ. അതിൽ കമലിന് എന്താ കാര്യം? 10 പൈസ കൊടുക്കാത്തവൻ നിയമസഭാ വേദിയിൽ വന്നിരുന്ന് ഇങ്ങനെയാണോ വളിപ്പടിക്കേണ്ടത്? കഷ്ടമായിപ്പോയി എന്നേ ഞാൻ പറയൂ. എന്തായാലും രഹന, നിങ്ങളുടെ 2 അനുജത്തിമാരോടും പറയൂ, ഒരു ബോറൻ അപ്പം കാണുന്നവനെ വേണ്ട, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. നിങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞ വിഡ്ഢിത്തരങ്ങളങ്ങ് വിട്ടേക്ക്. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോടുള്ള നല്ല സഹൃദയർക്കും അറിയാം, സിനിമയിലുള്ള മാന്യന്മാർക്കും അറിയാം. അത് മതി. ഇയാളെ പോലുള്ളവൻ മരിച്ചുപോയ ആളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് സ്വയം ആസ്വദിച്ചിരിക്കണമെന്നേ. പലയിടത്തും പോയിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയില്ല, വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ തന്നെ സ്വയം ചിരിക്കുന്നു. പ്രിയദർശനും ഗണേശനും ഒന്നും ചിരിക്കുന്നില്ല, പ്രേമനോ ഒന്നും. പ്രേമൻ എണീറ്റ് പോയാൽ മതി എന്നായി. യൂട്യൂബിൽ എവിടെ കിടപ്പുണ്ടത്, നിങ്ങളൊന്ന് കണ്ടു നോക്കും, ഞാൻ കള്ളമാണോ പറയണത്. പ്രേമനെ എണീറ്റ് പോയാൽ മതി എന്നായി. കാരണം ഇങ്ങനെ ചെയ്യാമോ ഒരു മനുഷ്യനെ? അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ ഈ നാട് വിട്ടുപോയി, ഈ ലോകം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ മക്കൾ അന്തസ്സായി ജീവിക്കുന്നു. അവരെ കരിവാരിത്തേക്കാൻ ഇദ്ദേഹം ഇറങ്ങാമായിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.